നമസ്കാരം, ഞാൻ നയൻതാര സലീം. ഭാര്യൻ കേരളീയ സമാജം സാഹിത്യവേദിയുടെ കർക്കിടകം ശബ്ദകഥകളുടെ തോരാമഴ എന്ന പരിപാടിയുടെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് ആന്റോൺ ചെക്കോവ് എന്ന എഴുത്തുകാരനെ പരിചയപ്പെടാം. 19th സെഞ്ചുറിയിലെ ഒരു റഷ്യൻ പ്ലേറൈറ്റും കഥാകാരനുമാണ് ആന്റോൺ പാവ്ലോവിച്ച് ചെക്കോവ്. റിയലിസ്റ്റ് കഥകളുടെ മാസ്റ്റർ റൈറ്ററായിട്ടാണ് ലിറ്റററി സർക്കിൾസിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഷോർട്ട് ഫിക്ഷൻ എഴുതുന്ന ഏറ്റവും വലിയ കഥാകൃത്തുകളിൽ ഒരാളാണ് അദ്ദേഹം. 4 ക്ലാസിക് നാടകങ്ങളും അറിയപ്പെടുന്ന അനവധി ഷോർട്ട് സ്റ്റോറീസും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. തന്റെ ക്യാരക്ടേഴ്സിന്റെ സീക്രട്ട് മോട്ടീവ്സ് തിരഞ്ഞ് അവരുടെ മനുഷ്യ ജീവിതത്തിന്റെ അകത്തേക്ക് പോവുകയും അതെല്ലാം ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ അർത്ഥം നിറച്ച് പറയുകയും ചെയ്ത കലാകാരനാണ് അദ്ദേഹം. കോംപ്ലക്സ് പ്ലോട്ട്സ് അല്ലെങ്കിൽ ഗംഭീരമായ ക്ലൈമാക്സുകൾക്കൊന്നും അദ്ദേഹത്തിന്റെ കഥകളിൽ പ്രാധാന്യമില്ലായിരുന്നു. അച്ചടക്കവും ഭക്തിയുമുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് നേരിട്ട ഒരു പലചരക്ക് വ്യാപാരിയായിരുന്നു ചെക്കോവിന്റെ അച്ഛൻ. അദ്ദേഹം മകനെ കടയിലെ ജോലികൾ ഏൽപ്പിച്ചു. അച്ഛൻ തന്നെ കണ്ടക്ട് ചെയ്യുന്ന ചർച്ച് കൊയറിൽ പിടിച്ചു ചേർക്കുകയും ചെയ്തു. പട്ടാളച്ചിട്ടക്കാരനായ അച്ഛൻ കാഠിന്യമാക്കിയ ബാല്യമാണ് ചെക്കോവിന്റെ ഓർമ്മകളിലുള്ളത്. പക്ഷെ ആ ഓർമ്മകൾ പിന്നീട് വളരെ നല്ല പിക്ചറൈസേഷൻസ് ആയിട്ട് അദ്ദേഹത്തിന്റെ കഥകളിൽ തന്നെ വന്നിരുന്നു. ഒതന്റിക് റഷ്യൻ ജീവിത കഥകൾ പറയാൻ വേണ്ടി അദ്ദേഹം പതിവ് അന്നേരം വരെ ഉണ്ടായിരുന്ന ഫോർമുലകളിൽ നിന്ന് മാറി സഞ്ചരിച്ചു. കഥ കുത്തി നിറയ്ക്കാതെ അല്ലെങ്കിൽ വളരെ സാധാരണമായിട്ട് കോൺഫ്ലിക്റ്റ് ഒന്നും അധികം ഇല്ലാത്ത സന്ദർഭങ്ങളുടെ കഥകൾ പറഞ്ഞു. ഡിറ്റാച്ച്മെന്റിനും സിമ്പതിക്കും നടുവിലുള്ള നേരിയ ലൈനിൽ കൂടെ അദ്ദേഹം തന്റെ കഥാപാത്രങ്ങളുമായി സഞ്ചരിച്ചു. 19th സെഞ്ചുറിയിലെ റഷ്യൻ റിയലിസ്റ്റ് സാഹിത്യത്തിന്റെ മാസ്റ്റേഴ്സിൽ ഒരാളാണ് ചെക്കോവ്. 1884 ചെക്കോവ് ഡോക്ടർ ബിരുദം നേടി. ഹാസ്യമാസികകൾക്ക് വേണ്ടി തമാശ കഥകൾ എഴുതിയാണ് അദ്ദേഹം റൈറ്റിംഗ് കരിയർ തുടങ്ങുന്നത്. 1888 ആകുമ്പോഴേക്കും വളരെയധികം രചനകൾ പൂർത്തിയാക്കിയിരുന്നു ആൻഡ് കോമൺ ഫോക്കിന്റെ ഇടയിൽ ഒരു പോപ്പുലർ ഫിഗർ ആയിട്ട് മാറിയിരുന്നു. അക്കാലത്ത് തന്നെ അദ്ദേഹം ട്രാജഡികളും എഴുതി തുടങ്ങി. അക്കൂട്ടത്തിൽ ഒന്നാണ് പ്രായം ചെന്ന് മരണമടുത്ത ഒരു മെഡിക്കൽ പ്രൊഫസറിന്റെ മനസ്സിലൂടെ പോകുന്ന ഒരു ഡയറി സ്റ്റോറി. അന്നുണ്ടായിരുന്ന പോപ്പുലർ രചനകളുടെ സ്ട്രക്ചറിനെ പൊളിച്ചെഴുതിയാണ് ലിറ്ററേച്ചറിൽ റിയലിസം വരുന്നത്. ബിറ്റ്വീൻ 1880 ആൻഡ് 1885 ചെക്കോവ് സഹജീവികളുടെ ലൈഫിനെ സിമ്പത്തറ്റിക് ആയി സമീപിച്ച് അവരുടെ കഥകൾ എഴുതാൻ തുടങ്ങി. പോകെ പോകെ ചെക്കോവ് ഹാസ്യമാസികളിലുള്ള എഴുത്ത് പൂർണ്ണമായും നിർത്തി. എന്നിട്ട് മനുഷ്യരിൽ സർവ്വസാധാരണമായ ദുരിതങ്ങളും അപൂർവമായ ആഹ്ലാദങ്ങളും ഒരു സൈക്കോളജിക്കൽ അനാലിസിസ് എന്ന രീതിയിൽ എഴുതി തുടങ്ങി. അദ്ദേഹത്തിന്റെ നാടകം ഇവാനോവ് ചെക്കോവിനോളം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന്റെ ആത്മഹത്യയിലേക്ക് എത്തുന്ന ഒരു കഥയാണ്. ചെക്കോവിന്റെ ഈ വിധം രചനകൾ ക്ലിനിക്കൽ സ്റ്റഡീസ് എന്നാണ് അറിയപ്പെടുന്നത്. ശരീരത്തിന്റെയും മനസ്സിന്റെയും രോഗങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഈ രചനകൾ ഒരു ഡോക്ടറിന്റെ പഠനവും എക്സ്പെർട്ടീസും കാണിക്കുന്നു. ഈ സമയത്ത് ചെക്കോവ് ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് മുന്നോട്ട് വെക്കുന്നില്ല എന്നൊരു ഒരു വിമർശനം ഉണ്ടായിരുന്നു. അക്കാരണം കൊണ്ട് അദ്ദേഹത്തിന്റെ കൃതികൾ ഡയറക്ഷൻലെസ് ആണെന്നും ക്രിറ്റിക്സ് പറഞ്ഞു. പക്ഷെ ചെക്കോവിനെ ഇത് അഫക്ട് ചെയ്തില്ല. രാഷ്ട്രീയ നിലപാട് ഒന്നും പ്രഖ്യാപിക്കാതെ തന്നെ അദ്ദേഹം രചനകൾ തുടർന്നു. ഒരു ഫിലോസഫിക്കൽ അജണ്ട ഇല്ലാതിരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ കഥകളിൽ മൊറാലിറ്റിയുടെ ഒരുപാട് ലെയേഴ്സ് ഒളിഞ്ഞിരുന്നു. റഷ്യയുടെ ലിറ്റററി സർക്കിൾസിൽ ചെക്കോവ് പ്രസിദ്ധനായിരുന്നെങ്കിലും ഇന്റർനാഷണൽ തലത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നത് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമാണ്. 1888 ചെക്കോവിന് പുഷ്കിൻ അവാർഡ് ലഭിച്ചു. 1900 റഷ്യൻ അക്കാദമി ഓഫ് സയൻസസിൽ ഫിക്ഷൻ ആൻഡ് ഡ്രാമ രചനയ്ക്ക് ഓണററി മെമ്പർഷിപ്പും ലഭിച്ചു. ചെക്കോവിന് മുമ്പ് പ്ലോട്ട് പൂർണ്ണമാകാത്ത
അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടറിന്റെ മൈൽ സ്റ്റോൺസിനെ കുറിച്ച് പറയാത്ത കഥകൾ സാഹിത്യകൃതികളായിട്ട് കൺസിഡർ ചെയ്യപ്പെട്ടിരുന്നില്ല. ചെക്കോവ് എഴുതിയപ്പോൾ കഥയുടെ ഫ്രാഗ്മെന്റ്സ് മതിയായി പൂർണ്ണ കൃതികളാകാൻ. അക്കാലത്തെ ജീവിതം റഷ്യയിലും യൂറോപ്പിൽ എല്ലായിടത്തും സോഷ്യൽ കോഡ്സും സ്ട്രക്ചേഴ്സും നിറഞ്ഞതായിരുന്നു. ഓരോ ആക്ഷനും ഒരു പ്രത്യേക രീതിയിൽ മാത്രമേ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പൊ അതിനെക്കുറിച്ചുള്ള നാരറ്റീവും ആ സ്ട്രക്ചറിൽ തന്നെയായിരുന്നു. അവനവന്റെ ഉള്ളിലുള്ള കൺവിക്ഷൻസിന് പകരം സൊസൈറ്റി അടിച്ചേൽപ്പിച്ച ഒരു സ്ട്രക്ചറിലെ മനസ്സ് മടുപ്പിക്കുന്ന ജീവിതത്തെക്കുറിച്ച് ചെക്കോവ് കഥകൾ എഴുതുന്നു. സങ്കല്പവും യാഥാർത്ഥ്യവും തമ്മിലുള്ള ജീവിതത്തിലെ കോൺട്രാസ്റ്റും അദ്ദേഹം കഥകളാക്കുന്നു. ചതിയും വഞ്ചനയും പരാജയങ്ങളും തിന്മകളും നിറഞ്ഞ മുതിർന്നവരുടെ ലോകത്തെ ഒഴിവാക്കാനും അതിനെ നേരിടാനും വേണ്ടി ചൈൽഡ് ലൈക്ക് ഇന്നസെൻസ് ഉപയോഗിക്കുന്ന കഥകളുമുണ്ട്. മരണത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ചെക്കോവ് തന്റെ എഴുത്തുകാരനായ ഒരു കൂട്ടുകാരനോട് 7 വർഷങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ കഥകൾ ജനങ്ങൾ വായിക്കുമെന്ന് പറഞ്ഞു. 7 വർഷത്തിന്റെ കണക്ക് എന്താന്ന് ചോദിച്ചപ്പോൾ ചെക്കോവിന്റെ മറുപടി, ഞാനൊരു 6 വർഷം കൂടി ജീവിക്കും, അതാണ് എന്റെ കണക്ക് എന്നായിരുന്നു. ചെക്കോവിന്റെ മരണം കഴിഞ്ഞ് 116 വർഷങ്ങൾക്ക് ശേഷം ഇന്നും ചെക്കോവ് സാഹിത്യ കുലപതിയായി തുടരുന്നു. ആന്റോൺ ചെക്കോവിന്റെ ലോട്ടറി ടിക്കറ്റ് എന്ന ചെറുകഥയുടെ മലയാളം തർജ്ജമ ഞാൻ വായിക്കാൻ പോവുകയാണ്. ലോട്ടറി ടിക്കറ്റ്, ആന്റോൺ ചെക്കോവ്. വളരെ ചെറിയ വരുമാനം കൊണ്ട് തന്നെ സന്തുഷ്ടമായ ഒരു ജീവിതം നയിച്ചു പോയിരുന്ന ആളാണ് ഇവാൻ ദിമിത്രോവിച്ച്. വർഷാവർഷം തനിക്ക് ലഭിക്കുന്ന 1200 റൂബിൾ കൊണ്ട് അദ്ദേഹം വളരെ സംതൃപ്തനാണ്. അന്നും പതിവ് പോലെ അത്താഴത്തിന് ശേഷം അദ്ദേഹം പത്രവായനയിൽ മുഴുകി. ഓ, ഞാനിന്ന് പത്രം വായിക്കാൻ മറന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയും അദ്ദേഹത്തെ സമീപിച്ചു. പുരികം തെല്ലുയർത്തി അവൾ ദിമിത്രോവിച്ചിനോട് പറഞ്ഞു, അതെ, നിങ്ങൾ ആ ലോട്ടറി ബലം അവിടെ ഉണ്ടോയെന്ന് നോക്കൂ. അയാൾ മറുപടി നൽകി, ഇതാ ഇവിടെയുണ്ട്. പക്ഷെ നിന്റെ ടിക്കറ്റിൻ്റെ നറുക്കെടുപ്പ് ദിവസം ഇന്ന് തന്നെയാണെന്ന് ഉറപ്പുണ്ടോ? അതെ, ഞാനത് ചൊവ്വാഴ്ച എടുത്തതാണ്. എങ്കിൽ നമ്പറും സീരീസും എത്രയാണെന്ന് പറ, ഇവാൻ അക്ഷമയോട് ചോദിച്ചു. സീരീസ് 9499, നമ്പർ 26. ആ, നോക്കട്ടെ. ഇവാൻ ഭാര്യ പറഞ്ഞു കൊടുത്ത ലോട്ടറി നമ്പർ മനസ്സിലുറപ്പിച്ച് ഫലം തിരയുവാൻ ആരംഭിച്ചു. ദിമിത്രോവിച്ചിന് ലോട്ടറി വാര്യഫലത്തിലൊന്നും വലിയ വിശ്വാസമില്ലായിരുന്നെങ്കിലും പത്രം തൻ്റെ കയ്യിലിരിക്കുന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിന് മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. പത്രത്തിലെ നമ്പറുകൾ നിരന്നു കിടക്കുന്ന നിരയിലൂടെ അദ്ദേഹം വിരലോടിച്ചു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ മുകളിൽ നിന്നും രണ്ടാമത്തെ നിരയിലെ ആദ്യത്തെ സീരീസിൽ ഉടക്കി. അതെ, 9499. അദ്ദേഹത്തിന് തൻ്റെ കണ്ണുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പെട്ടെന്ന് തന്നെ നമ്പർ നോക്കാതെ പത്രം നിലത്തിട്ടു. പെട്ടെന്ന് ആരോ തൻ്റെ തലയിലേക്ക് തണുത്ത വെള്ളം ഒഴിക്കുന്നതായും അടിവയർ തണുക്കുന്നതായും അയാൾക്ക് അനുഭവപ്പെട്ടു. പറഞ്ഞറിയിക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു അത്. മാഷ, 9499 ഇവിടെയുണ്ട്. വളരെ ഉച്ചത്തിൽ അദ്ദേഹം ഭാര്യയോട് വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട് മാഷ അടുക്കളയിൽ നിന്ന് ഓടി വരികയും അത്ഭുതത്തോടെയും ഭീതിയോടെയും നിൽക്കുന്ന അയാളുടെ മുഖം കണ്ട് ഇവാൻ തമാശ പറഞ്ഞതായിരിക്കില്ലെന്ന് മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്തു. 9499 തന്നെയല്ലേ? വിളറിയ മുഖത്തോടെ തൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന ചുരുങ്ങിയ മേശവരി മേശപ്പുറത്ത് തന്നെ ഇട്ടുകൊണ്ട് അവർ ചോദിച്ചു. അതെ അതെ, അതേ സീരീസ് തന്നെയാണ്. എങ്കിൽ നമ്പർ എത്രയാണെന്ന് കൂടി നോക്കൂ. മാഷയുടെ ക്ഷമ കെട്ടു. നീ ഇങ്ങനെ തിടുക്ക് പിടിക്കാതെ മാഷ, നമ്പർ അവിടെ തന്നെയുണ്ട്. ഭാര്യയുടെ തിടുക്കം കണ്ട് വിശാലമായ ഒരു ചിരി അയാൾ ചിരിച്ചു. അവരും അദ്ദേഹത്തെ നോക്കി ചിരിച്ചു. അയാൾ ടിക്കറ്റ് സീരീസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എങ്കിലും മാഷയുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. ഒരു തരത്തിൽ ഒരു വലിയ ഭാഗ്യത്തെക്കുറിച്ച് പ്രതീക്ഷകൾ നൽകി അതേക്കുറിച്ച് ഓർത്ത് ഒരു വലിയ സന്തോഷം ആഗ്രഹിക്കാൻ അയാൾ കൊതിച്ചു. എന്നിട്ട് അയാൾ പറഞ്ഞു, സീരീസ് നമ്മുടെ ടിക്കറ്റിൻ്റെ തന്നെയാണ്. പക്ഷെ നമ്മൾ ജയിക്കാനുള്ള ഒരു ചെറിയ സാധ്യത മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ നിശബ്ദതയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, എങ്കിലെ നമ്പർ എത്രയാണെന്ന് നോക്കൂ. മാഷയുടെ ക്ഷമ വളരെയധികം നശിച്ചിരുന്നു. നീ ഒന്ന് ക്ഷമിക്കൂ. അടിച്ചില്ലെങ്കിലും ഒരുപക്ഷെ ദുഃഖിച്ചിരിക്കാൻ നമുക്ക് ധാരാളം സമയമുണ്ട്. രണ്ടാമത്തെ സീരീസിലാണ് നമ്പർ. 75,000 റൂബിളാണ് സമ്മാനത്തുക. നമുക്ക് നോക്കാം. ഭാര്യയും ഭർത്താവും പരസ്പരം നോക്കി ചിരിക്കുവാനും ആരംഭിച്ചു. ജയിക്കാനുള്ള ഒരു ചെറിയ സാധ്യത പോലും അവരെ പരിഭ്രാന്തരാക്കി. മറ്റൊന്നും അവർക്ക് ചിന്തിച്ചിരിക്കാനുണ്ടായിരുന്നില്ല, ഒന്നാം സമ്മാനമായ 75,000 റൂബിൾ ഒഴിച്ച്.
സീരീസ് 9499 ഒന്നാം സമ്മാനവും അവരെ സ്വപ്നലോകത്തെത്തിച്ചു. പത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് ഇവാൻ വീടിൻ്റെ മുക്കിലും മൂലയിലും നടക്കാൻ തുടങ്ങി. അയാൾ ഭാര്യയോട് പറഞ്ഞു, നമ്മൾ ജയിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ മാറിമറിയും. ഒരു വലിയ മാറ്റമായിരിക്കും അത്. നിന്റെ ടിക്കറ്റാണ്. എൻ്റേതായിരുന്നെങ്കിൽ ഒരു പക്ഷേ 25,000 രൂപ കൊണ്ട് ഞാനൊരു വലിയ എസ്റ്റേറ്റ് വാങ്ങാൻ തന്നെ ചിലവഴിച്ചേനെ. 10,000 നമ്മുടെ ഇപ്പോഴത്തെ അടിയന്തര ആവശ്യങ്ങൾക്കും, പിന്നെ യാത്രകൾ, കടം വീട്ടൽ, അങ്ങനെ. അതെ, എസ്റ്റേറ്റ് വാങ്ങുന്നത് നന്നായിരിക്കും, മാഷ വീണ്ടും പറഞ്ഞു. അവരും മോഹിപ്പിക്കുന്ന സ്വപ്നങ്ങളിൽ നിന്നും വിമുക്തിയല്ലെന്ന് ഭാര്യയുടെ മുഖത്തു നിന്ന് അയാൾ വായിച്ചെടുത്തു. ഇവാൻ തൻ്റെ ചിന്തകളിൽ മുഴുകി. നദിക്കരയിലെ വലിയ പൂന്തോട്ടത്തിലിരുന്ന് ഒരു വലിയ ഗ്ലാസ് വോഡ്കയ്ക്കൊപ്പം ഉപ്പിലിട്ട വിഭവങ്ങളും അയാൾ നുണഞ്ഞു. ഒന്ന് തീരുമ്പോൾ അടുത്തത്. അയാൾ സ്വപ്നം കാണൽ നിർത്തി ഭാര്യയെ നോക്കി. എനിക്ക് വിദേശത്തേക്ക് പോകണമെന്നുണ്ട് മാഷ, അയാൾ ഭാര്യയോട് പറഞ്ഞു. തെക്കൻ ഫ്രാൻസിലേക്കോ ഇറ്റലിയിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്കോ തന്നെ ഒരു വിനോദയാത്ര നടത്തിയാൽ എത്ര സുഖകരമായിരിക്കും ആ അനുഭവം, ഇവാൻ ചിന്തിച്ചു. ഞാനും വിദേശത്തേക്ക് പോകുന്നുണ്ട്, മാഷയും പറഞ്ഞു. പക്ഷെ അതിനു മുന്നേ നിങ്ങൾ ടിക്കറ്റ് നമ്പർ എത്രയാണെന്ന് നോക്കി പറയൂ. നിൽക്ക്. അയാൾ മുറിയിൽ ഉലാത്താൻ തുടങ്ങി. ഇവാൻ ചിന്തിച്ചു, ഇവളെന്തിനാണ് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് മാഷയെ കൂടെ കൂട്ടാൻ താല്പര്യമില്ല. ഇവളെ കൂടെ കൊണ്ടുപോയാൽ എനിക്ക് ഒരു കാഴ്ചകളും ആസ്വദിക്കാൻ കഴിയില്ല, ഉറപ്പാണ്. നിസ്സാര കാര്യങ്ങൾ വരെ പറഞ്ഞ് യാത്രയുടെ ഒരു സുഖം ഇവൾ നഷ്ടപ്പെടുത്തും. കുട്ടികളെക്കുറിച്ചല്ലാതെ മറ്റൊന്നും ശ്രദ്ധിക്കാൻ അവൾക്ക് സമയവും ഉണ്ടാവില്ല, ഇവാൻ ചിന്തിച്ചു. വലിയ യാത്രാ ബാഗുകളും ബാസ്ക്കറ്റുകളുമായി മാഷയോടൊപ്പം യാത്രയെക്കുറിച്ച് ഇവാൻ ചിന്തിച്ചു. ട്രെയിൻ യാത്ര അവളെ അലോസരപ്പെടുത്തിയെന്നും പണം ഒരുപാട് ചിലവായെന്നും അവൾ പരാതിപ്പെടും. ഓരോ സ്റ്റേഷനിലും ഞാൻ ഇറങ്ങി തിളപ്പിച്ച വെള്ളത്തിനും ഭക്ഷണത്തിനും നെട്ടോട്ടം ഓടേണ്ടി വരും, അയാൾ ചിന്തിച്ചു. ഭാര്യ ഒന്ന് നോക്കി അയാൾ മനസ്സിൽ പറഞ്ഞു, ലോട്ടറി ടിക്കറ്റ് അവളുടേതാണ്, എൻ്റേതല്ല. വാസ്തവത്തിൽ ഇവൾ എന്തിനാണ് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്? ഇവൾ വന്നിട്ട് അവിടെ എന്ത് ചെയ്യാനായിരിക്കും? മിക്കവാറും ഹോട്ടൽ മുറിയിൽ ഇവൾ അടച്ചിരിക്കുകയും എന്നെ പുറത്തേക്ക് വിടാതിരിക്കുകയും ചെയ്യും. വിഡ്ഢിത്തമാണത്. കൂടെ വന്നാൽ തീർച്ചയായും ഞാൻ മാഷയെ ആശ്രയിക്കേണ്ടി വരും. ഒരു ചില്ലി പൈസ പോലും ചിലവാക്കാതെ എല്ലാം അവൾ കയ്യിൽ സൂക്ഷിക്കും. മിക്കവാറും ഞാൻ എടുക്കാതിരിക്കാൻ അത് ഒളിപ്പിച്ചു വയ്ക്കുകയും ചെയ്യും. ഇവാൻ അവളുടെ ബന്ധുക്കളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അവൾക്ക് കുറേ വിഡ്ഢികളായ സഹോദരന്മാരും സഹോദരികളുമുണ്ട്. പിന്നെ കുറേ അമ്മാവന്മാരും അമ്മായിമാരും. ലോട്ടറി അടിച്ചെന്ന് കേട്ട പാടെ എല്ലാം കൂടി പാഞ്ഞെത്തും. പിച്ചക്കാരെ പോലെ പൈസയ്ക്ക് വേണ്ടി യാചിക്കുകയും ചെയ്യും. കപടമായ ചിരി ചിരിച്ച് കുശലാന്വേഷണങ്ങൾ നടത്തി അവർ അവളെ കയ്യിലെടുക്കും. ഇവാൻ ദേഷ്യം ഇരട്ടിച്ചു. എന്തെങ്കിലും കൊടുത്താൽ തന്നെ മതിയാകാത്ത വിഡ്ഢികളാണവർ. ഒന്നും കൊടുത്തില്ലെങ്കിൽ ശപിക്കുകയും ചെയ്യും. ഇവാൻ തൻ്റെ ബന്ധുക്കളെക്കുറിച്ചും വെറുപ്പോടുകൂടി ചിന്തിച്ചു. എല്ലാം വിഷജന്തുക്കളാണ്, അയാൾ പറഞ്ഞു. ഒടുവിൽ പകയോടെ അയാൾ ഭാര്യയെ നോക്കി. അയാളുടെ സിരകളിൽ ദേഷ്യമിരച്ചു കയറി. അവൾക്ക് പണത്തെപ്പറ്റി ഒന്നും അറിയില്ല. വളരെ കർക്കശക്കാരിയുമാണ്. ലോട്ടറി അടിച്ചാൽ ചിലപ്പോൾ അവൾ എനിക്ക് 100 രൂപ തന്നേക്കും. ബാക്കിയെല്ലാം ഭദ്രമായി ലോക്കറിൽ പൂട്ടിവെക്കുകയും ചെയ്യും. അയാൾ വീണ്ടും മാഷയെ നോക്കി. പഴയ ചിരി അയാളുടെ മുഖത്തുണ്ടായിരുന്നില്ല. അവളും അതേപോലെ തന്നെ അയാളെ നോക്കുന്നുണ്ടായിരുന്നു. അവൾക്കും തൻ്റേതായ സ്വപ്നങ്ങളുണ്ടായിരുന്നു, തൻ്റേതായ പദ്ധതികൾ. ഭർത്താവിൻ്റെ മനസ്സിൽ എന്താണെന്ന് അയാളുടെ മുഖത്ത് നിന്നും ആശ ഊഹിച്ചെടുത്തു. ലോട്ടറി അടിച്ചാൽ ഇങ്ങനെ ഇതെല്ലാം എൻ്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിക്കാൻ ശ്രമിക്കും. ഇവാൻ അവളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ ഇരുന്നു. മറ്റുള്ളവരുടെ ചെലവിൽ സ്വപ്നം കാണാൻ നാണമില്ലേ എന്നായിരിക്കും അവളുടെ മുഖഭാവം പറയുന്നത് എന്നയാൾ മനസ്സിലാക്കി. രണ്ടുപേരുടെയും മുഖത്ത് പരസ്പരം ദേഷ്യവും പകയും വെറുപ്പും എല്ലാം ഒന്ന് കടന്നുപോയി. ഒരു വിജയെ പോലെ അയാൾ അവസാനം പറഞ്ഞു, സീരീസ് 9499, നമ്പർ 46 26 അല്ല. ആകാശക്കൊട്ടാരങ്ങൾ തകർന്നിടിഞ്ഞു. കോപവും വെറുപ്പും എല്ലാം എവിടെയോ പോയി മറഞ്ഞു. അവർ തങ്ങളുടെ ചെറിയ വീട്ടിലെ മുറിയിൽ ഇരിക്കുകയാണെന്ന യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നു. രാത്രിയിൽ അത്താഴം അത്ര രുചികരമായിരുന്നില്ല. വയറ്റിൽ എന്തോ ദഹിക്കാതെ കിടക്കുന്നത് പോലെ ഇരുവർക്കും അനുഭവപ്പെട്ടു.